3 ദിവസമായി പെയ്യുന്ന അതിതീവ്ര മഴയിൽ വലഞ്ഞു കേരളം. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3 ഇരട്ടി മഴയാണ് സംസ്ഥാനത്തുണ്ടായത്. ദുരിതപ്പെയ്ത്തിൽ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇന്ന് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 3 പേർ മരിച്ചു. ഇന്നലെ വരെ കെടുതികളിൽ മരിച്ചത് 15 പേരെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മഴ മുന്നറിയിപ്പുകളെക്കുറിച്ച് ഗുരുതര ആക്ഷേപവും ഇന്നുയർന്നു. അതേസമയം സംസ്ഥാനം പ്രളയക്കെടുതിയിൽ ആണ്ടുനിൽക്കെയുണ്ടായ വിവാദ വിരുന്ന് സൽക്കാരത്തെയും ഹെലികോപ്റ്റർ യാത്രയെയും മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യായീകരിച്ചു. പ്രളയ മുന്നൊരുക്കത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ പഴിച്ച മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിലെ സൗകര്യക്കുറവുകളുണ്ടെന്ന ആരോപണത്തിൽ അത് കുത്തിത്തിരിപ്പാണെന്നും പ്രതികരിച്ചു. സംസ്ഥാനത്തെ മഴക്കെടുതി നേരിടുന്നതിൽ സർക്കാരിന് പാളിച്ചയുണ്ടായോ? പ്രളയക്കെടുതിയിൽ ആണ്ടുനിൽക്കെയുണ്ടായ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തൃപ്തികരമാണോ? കാണാം RD എക്സ്ട്രാ. പ്രളയ മുന്നൊരുക്കം പാളിയതിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ പഴിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെയും വിവിധ മന്ത്രിമാരുടെയും പ്രതികരണം. അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുക എന്നറിഞ്ഞാലേ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതടക്കം സാധ്യമാകൂവെന്നും എന്നാൽ അത്തരം മുന്നറിയിപ്പുകൾ IMDയിൽ നിന്ന് പലപ്പോഴും കിട്ടാറില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തി മന്ത്രി സണ്ണി ജോസഫും രംഗത്തെത്തി. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഇന്നലെ നൽകിയ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് തള്ളി. 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്വാഭാവിക ജാഗ്രതാ മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിരുന്നതെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും IMD വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും തമ്മിൽ വൈരുദ്ധ്യമെന്ന വാർത്തകൾ ശരിയല്ലെന്നായിരുന്നു മന്ത്രി PC വിഷ്ണുനാഥിന്റെ വാദം. ഇതിനിടെ ആറന്മുളയിലെ ക്യാമ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നേരിട്ട അവഗണനയെക്കുറിച്ചുള്ള ന്യൂസ് മലയാളം വാർത്തയിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ കൃത്യമായി ഇടപെട്ടു. 2 ദിവസമായി പട്ടിണിയിലായിരുന്ന തൊഴിലാളികൾക്ക് മന്ത്രിയുടെ ഇടപെടലിൽ ഭക്ഷണം എത്തിച്ചു. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. അതിതീവ്ര മഴ എവിടെയെന്നറിഞ്ഞാൽ മാത്രമേ അലർട്ട് നൽകാൻ കഴിയൂ എന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. ഡാമുകൾ തുറന്നുവിട്ടതിൽ ചട്ടലംഘനമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രശ്നമെന്നത് കുത്തിത്തിരിപ്പ് ആണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ആ പ്രതികരണത്തിലേക്ക്. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. അതേസമയം പ്രളയക്കെടുതിക്കിടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിൽ മാധ്യമങ്ങളോട് രോഷം പ്രകടിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മാധ്യമങ്ങളുടെ ഹീനമായ അപവാദ പ്രചാരണമാണ്. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 2018 പിണറായി വിജയൻ പട്ടിണി കിടക്കുകയായിരുന്നോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്! എന്തൊരു അപവാദ പ്രചരണം! എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി. ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്ന വിമർശനവും മുഖ്യമന്ത്രി ഇന്ന് തള്ളി. പോയത് നിക്ഷേപകനെ കാണാനാണ്. പക്ഷേ കണ്ട നിക്ഷേപകന്റെ പേര് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര ഇൻവെസ്റ്ററെ കാണാനായിരുന്നുവെങ്കിൽ നല്ല കാര്യമെന്നും എന്നാൽ സാധാരണ ഒറ്റയ്ക്ക് വന്നല്ല നിക്ഷേപകരെ കാണാറുള്ളതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് പറഞ്ഞു. ഭക്ഷണം കഴിച്ചത് കുഴപ്പമായോ എന്നും നേരത്തെ പിണറായി ഭക്ഷണം കഴിച്ചില്ലേ എന്നും അദ്ദേഹം ചോദിക്കുമെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എന്നും P രാജീവ് പരിഹസിച്ചു. ഇവിടെ ഇന്ന് രാവിലെ ചില ചാനലുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ ഭക്ഷണം വിവാദം. ഞാൻ പറഞ്ഞു അദ്ദേഹം പറയും ഞാൻ ഭക്ഷണം കഴിച്ച് കുഴപ്പമായോ,
നേരത്തെ പിണറായി വർഷം കഴിച്ചില്ലേ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഇൻവെസ്റ്ററെ കാണാനാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ അതീവ രഹസ്യമായി വന്ന് കാണുന്നു, അത് മറ്റ് സ്റ്റേറ്റുകൾ തട്ടിക്കൊണ്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. സാധാരണ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് ടീമായിട്ടാണ് കാണാം. ശ്യാമിലി, ഇതിപ്പോൾ മുമ്പ് 2 പ്രളയം നമ്മൾ അതിജീവിച്ചതാണ്. അതിനുശേഷം മഹാമാരികൾ ഇതുപോലെ പലത് അതിജീവിച്ചു. ഇപ്പോൾ പെരുമഴക്കാലം എന്നുള്ളത് നമ്മുടെ ഒരു പതിവായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു വർഷം എവിടെയെങ്കിലും ഇത്തരത്തിൽ അതിവർഷം ഉണ്ടാകും എന്നുള്ള മട്ടിൽ. അപ്പോൾ അത് സംഭവിക്കുന്നു. ആ സംഭവിച്ചതിൽ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് മുന്നറിയിപ്പുകളോ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളോ ഒന്നും കാര്യക്ഷമമായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. മാത്രമല്ല, ഏകോപനത്തിൽ വലിയ വാഴ്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ പൊതുവെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടതെന്നാണോ തോന്നുന്നത്? അതല്ല, വീഴ്ച സംഭവിച്ചു എന്നാണോ? സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ല സംഭവിക്കേണ്ടത്. കാരണം നമുക്ക് മുമ്പിൽ ചില ഗതികൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതാണ് 2018 അതിന് ശേഷമുള്ളതും ഈ പറയുന്ന പോലെ മഹാമാരികളും ചൂരൽമല മുണ്ടക്കയും. ആ സമയത്ത് മറ്റൊരു ഗവൺമെൻറ്, മറ്റൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥ തലം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രവർത്തനങ്ങൾ, അതായത് ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഫലപ്രദമായി കേരളം അതിനെ അഭിമുഖീകരിക്കുന്നത്, അതിൽ ഇടപെടുന്നത് എന്നുള്ളത് മാതൃകാപരമായി തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരു ജനതയാണ് നമ്മളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർ, അതായത് ഞാൻ വീണ്ടും പറയുന്നു, അതിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ വളരെ മാതൃകാപരമായ രീതിയിലാണ് അതിനോട് പ്രതികരിക്കുകയും അതിൽ ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതിൽ 2 കാര്യത്തിലാണ്. ഒന്ന്, തട്ടി ചോദിക്കും, അതായത് ഇത് പ്രശ്നമുണ്ടെങ്കിൽ അത് കാണിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, വളരെയധികം പ്രശ്നമുള്ളിടത്ത് അവർ ഇടപെടുകയും ചെയ്യും. 2 തരം പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഇടപെടൽ, ഒരു സംവിധാനം അവിടെ പ്രസൻ്റാണ്. ശരിക്കും തുടക്കം മുതൽ തന്നെ അതിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംവിധാനം അവിടെ പ്രസൻ്റാണ്. ഇവിടെ ഒരു റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന് ആർക്കും എടുത്തു ചോദിക്കേണ്ട ഗതിയൊന്നും ആ സമയത്ത് വന്നിട്ടില്ല, കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ തലമുറയിലുള്ള എല്ലാവർക്കും 1924 മഹാവെള്ളപ്പൊക്കമൊന്നും ഓർമ്മയില്ല. അതൊക്കെ വായിച്ചിട്ടാണല്ലോ എല്ലാവരും അറിയുകയൊക്കെ ചെയ്യുന്നത്. അതപ്പോൾ അതിനുശേഷം നമുക്ക് മുന്നിലുള്ള ഒരു ഉദാഹരണം എന്നുള്ളത് തീർച്ചയായും 2018 അത് നമ്മളെ നടുക്കിയ, നമ്മളാകെ വിറങ്ങലിച്ചു പോയ ഒരു സംഭവമായിരുന്നു 2018. പക്ഷെ ആ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഒരു ഭരണ സംവിധാനം ദുരന്തമുഖത്ത് ഇടപെട്ടത് എന്നുള്ളത് നമുക്ക് മുന്നിലുണ്ട്. അതിൽ പ്രശ്നങ്ങൾ കാണും എങ്കിൽ പോലും എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. 2018ഓളം വലിയ തീവ്രതയിലല്ല എങ്കിൽ പോലും നിലവിൽ നമ്മുടെ സംസ്ഥാനം ഒരു പ്രളയത്തിൽ ആണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ആ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ഒരു ദുരന്തമാകുന്നതാണ് നമ്മളീ കാണുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ എന്ന് ഞാൻ കാര്യമായി തന്നെ പറയാൻ ആലോചിക്കുകയാണ്. അത് ആ ചെയർമാൻ മറ്റാരുമല്ല, അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ഏറ്റവും ചെറിയ ഉദാഹരണം, ചുരുങ്ങിയ ഉദാഹരണം, അതിന് ഏത് തരത്തിലുള്ള ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും നൽകിക്കഴിഞ്ഞാൽ തന്നെ 1-ാം തീയതി നാടങ്ങ് പലയിടത്തും മുങ്ങുകയാണ്. ആറന്മുള റാന്നിന്ന് അല്പം വെള്ളം ഇറങ്ങുമ്പോഴത്തേന് ആറന്മുളയിൽ വെള്ളം ഉയരുന്നു. അവിടുത്തെ MLA അബിൻ വർക്കി, നമ്മളതിനു മുമ്പ് സജി ചെറിയാനാണ് അതുപോലെയൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് കേട്ടിട്ടുള്ളത്. ഈ തരത്തിൽ അയ്യോ ഇവിടെ പ്രശ്നമുണ്ട്, കൂടുതൽ ശ്രദ്ധ ഇവിടെ വേണം എന്നൊക്കെ നിലവിളിച്ച് കേട്ടിട്ടുള്ളത്. അതിന് സമാനമായിട്ട് അബിൻ വർക്കി അവിടെ നിന്ന് പറയുകയാണ്, ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്, ഞാനത് റവന്യൂ വകുപ്പിൽ അറിയിച്ചിട്ടുണ്ട്, അവർ ചെയ്യുന്ന എന്നാണ് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കണം. എന്ന് മാത്രമല്ല, ഡിങ്കി ബോട്ട്, കുട്ടവഞ്ചി എന്നൊക്കെ ഇറക്കിയിട്ട് ആളുകളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് പല ആളുകളും, അതായത് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെയുള്ള ആളുകളും അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു സ്ക്രീൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ 2ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മലപ്പുറത്തൊരു വിഭവസമൃദ്ധമായി ഫൈസൽ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. അത് അദ്ദേഹം കഞ്ഞിയും പയറും കുടിക്കുക എന്നല്ല, വിശന്ന് എവിടുന്നോ ഏതോ തരത്തിലുള്ള ഈ പറയുന്നത് പോലെ മണിക്കൂറുകൾ നീണ്ട ഏതോ ഏകോപനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ക്ഷീണിതനായി ഒരു നേരത്തെ ഭക്ഷണം ഇനി ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് കഴിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം മറ്റെല്ലാം ഫോണിലൂടെ ഏകോപിപ്പിച്ചു. അതിന് വേണ്ട തെളിവുണ്ടോ മറ്റേ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടു. പക്ഷേ അദ്ദേഹം അവിടെ വിരുന്നുണ്ടെങ്കിയായിരുന്നു. ഈ 2 ദൃശ്യങ്ങൾ നമ്മൾ ഒരു സ്ക്രീനിൽ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഗൗരവം എന്താണ്, ഇവിടെ ഒരു ഗവൺമെൻറ്റിന് മുന്നിൽ വരുന്ന ഒരു പ്രയോറിറ്റി എന്താണ് എന്ന് നമുക്ക് തോന്നുകയില്ലേ? അതായത് ആലോചിക്കണം, നമ്മുടെ പത്തനംതിട്ട റിപ്പോർട്ടർ ശ്രീരാജാണ് അവിടെ നിന്ന് 2 സ്ത്രീകളുടെ ബൈറ്റ് എടുക്കുകയാണ്. അത് അവർ മുട്ടിന് മുകളിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാണ് എല്ലാം പോയി,
ഞങ്ങൾ ക്യാമ്പിലാണ്, ഇനി എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ? അതായത് വെള്ളം അല്പം ഇറങ്ങിയ സമയത്താണ് ശ്രീരാജ് അടക്കം അങ്ങോട്ട് പോകുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ, ഈ ഭാഗത്തുനിന്ന് നോക്കാൻ വന്നതാണ്. അതിൽ ഒരു ലേഡി പറയുകയാണ്, നല്ല പ്രായം ചെന്നൊരു സ്ത്രീ അമ്മയാണ്. അവർ പറയുകയാണ് 2018 എല്ലാം പോയതാ, അതിനുശേഷം ഒന്നേന്നുണ്ടാക്കി തുടങ്ങിയതാ, അതും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് പോകാത്ത വീട്, ഇനി പിന്നീടുള്ള ദിവസങ്ങളിൽ അടുപ്പ് പോകുകയേ ഇല്ലാന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള വീട്. അവർക്ക് ഒരു കൂരയ്ക്കും ഇങ്ങോളം ജീവിതം മുഴുവത്തിലും മൂക്കിന് മുകളിൽ അല്ലെങ്കിൽ മൂക്കിന് താഴെ മാത്രം, അതായത് ശ്വാസം മാത്രം അവശേഷിപ്പിച്ച് ബാക്കിയെല്ലാം കൊണ്ടുപോയ രീതിയിൽ ഒരു ജനത ഇങ്ങനെ നിരാലംബരായി നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ആ ഘട്ടത്തിലാണ് നമ്മളൊരു ആശ്വാസത്തിനായി, ഇനി അത് എന്തെങ്കിലും ആ സമയം എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കേണ്ടതല്ല. ഒരു ദുരന്തമുഖത്ത് ഒരു സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അവർ ഈ പറയുന്ന പോലെ ക്യാമ്പിലേക്ക് മാറ്റി അവിടെ അവശ്യ വസ്തുക്കൾ കൊടുത്ത് അവരെ ആദ്യം ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്യാറെടുത്തു. അവർക്കൊരു ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് ആരൊക്കെ ചേർന്ന് ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 വലിയ ശബ്ദത്തിനായി നമ്മൾ കാത്തിരിക്കും. ഞാനത് പറയാൻ കാരണം തന്നെയുണ്ട്. അങ്ങനെ നോക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഞാനതിൽ മറ്റേതോ തരത്തിൽ ഫോണിലെയോ മറ്റോ ടെലിപ്പതിയായി അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിരുന്നുണ്ണാൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഞാൻ വീണ്ടും പറയുന്നത്, 2018 പ്രളയത്തിന് ശേഷം പ്രളയത്തിൻ്റെ ആ ഘട്ടത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഓർമ്മയുള്ളത്, നമ്മളൊന്നിച്ചിറങ്ങുകയല്ലേ എന്നാണ് ചോദിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളൊന്നിച്ചിറങ്ങുകയല്ലേ എന്ന്. അത് ചോദിച്ചത് പിണറായി വിജയനാണ്. അതായത് അന്ന് മുഴുവൻ നിശ്ചയിച്ച പരിപാടികൾ മുഴുവൻ റദ്ദ് ചെയ്ത് അദ്ദേഹം വാർ റൂം തുറന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വാർ റൂം തുറന്നുകൊണ്ട് 24/7 വാർ റൂം തുറന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ക്ഷീണിതനായിരുന്നു. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാർ റൂം തുറന്നുകൊണ്ട് അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം പട്ടിണി കിടന്നോ എന്നല്ല ചോദിക്കേണ്ടത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു അദ്ദേഹം പട്ടിണി കിടക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ. അതൊരു പരിഹാസമാണ്. പക്ഷേ അദ്ദേഹം അറിയാത്ത അങ്ങനെയെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ അവിടെ. അദ്ദേഹം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നെങ്കിലും പറയണ്ടേ. അവിടെ ഒരു ഏകോപനം എന്ന നിലയ്ക്ക് ഒരാൾ മുൻകൈയെടുത്ത് ഇറങ്ങുകയാണ് എന്നുള്ളത് ഈ നാട്ടിലെ CPM കരുതി. ഇപ്പോൾ ഞാനിത് പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരും കമ്മികൾ കരയുന്നു എന്നൊക്കെ. പക്ഷേ ചില സത്യങ്ങൾ, വസ്തുതകൾ നമുക്ക് പറയാതെ പോകാൻ പറ്റുകയില്ല. കാരണം 2 സാഹചര്യമാണ്, 2 ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഏതാണ് നല്ലത് എന്ന് നമുക്കൊന്ന് ഒന്ന് തട്ടിച്ചു നോക്കാൻ കഴിയുന്നു. പ്രത്യേക ചിത്രത്തിൽ വലിയ ക്രൈസിസുകൾ അനുഭവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗമാണ് ഇതൊക്കെ. അതിനോട് നമ്മൾ താതാത്മ്യപ്പെടും. നമുക്ക് ആ രീതിയിലുള്ള മനസ്സും കൂടിയുള്ള ആളുകളാണല്ലോ മലയാളികൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ദുരന്തത്തിനോട് എങ്ങനെയാണ് അവരതിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതൊക്കെ മാതൃകയായ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്നുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കത് അറിയുകയും ചെയ്യാം. നമ്മളെങ്ങനെയാണ് ഒരു ജനതയെ നേരെ നട്ടലോടെ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ശീലിപ്പിച്ചത് എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദുരഭിമാനം പോലും ഒരു മനുഷ്യർക്ക് തോന്നാത്ത വിധത്തിൽ അവരെ ഏത് തരത്തിലാണ് ജീവിപ്പിച്ചത്, പുനരുജ്ജീവിപ്പിച്ചത് എന്നൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് നമ്മളൊന്നിച്ചിറങ്ങുകയല്ലേ എന്നുള്ളത്. ആ ചോദ്യവും ആ ധൈര്യവും മതി. ഇന്നാട്ടിലെ CPM-കാർ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് മാനേജർ എന്ന പേര് കൊടുത്തത് എന്ന് വിചാരിക്കുന്ന ആളെയല്ല ഞാൻ. അത് ഒരു വിഭാഗം ജനതയെങ്കിലും അത് അംഗീകരിച്ചൊരു കാര്യമാണ്, അതുള്ളതാണ്. ആ ഘട്ടത്തിൽ ആണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഏത് വിരുന്ന്, ഹെലികോപ്റ്റർ, സ്വർണ്ണക്കട ഉദ്ഘാടനം. അപ്പോൾ ഇന്നാട്ടിലെ ആളുകൾ ചോദിക്കില്ലേ ഓണത്തിനിടക്കാണോ പുട്ടുകച്ചവടം എന്ന്? അതിനർത്ഥം എന്താ? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഈ വിധത്തിലാണ്. അതായത് ഓണത്തിനിടക്കല്ലേ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനിടക്കാണോ പുട്ടുകച്ചവടം എന്ന് ചോദിക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനും വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം ഉള്ളപ്പോഴാണോ ഈ നിസ്സാര കാര്യം ചെയ്യുന്നത് എന്നാണല്ലോ അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഓണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അശ്ലീലമാണോ? പുട്ട് പ്രശ്നമുണ്ടോ? ഇല്ല. കച്ചവടം പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ ഓണത്തിനിടക്ക് പുട്ട് വെച്ച് ഇതാണോ പ്രശ്നം? ഈ രീതിയിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതിനാണോ? എന്തൊരു നാടകീയമായിട്ടാണ് അദ്ദേഹം അതിനെ സംഭവിക്കുന്നത്. അതിനിടയിൽ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, കാര്യങ്ങൾ. അല്ല, അതിലൊരു പ്രയോറിറ്റി പ്രശ്നമുണ്ടല്ലോ, ഒരു ഔചിത്യക്കുറവില്ല ആ കാര്യങ്ങൾ. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതിനാണോ പ്രശ്നം? ഇതാണ്. അതായത് 2 ബധിരന്മാർ സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആ ഘട്ടത്തിൽ സംസാരിച്ചിരുന്നത്. ആ ചോദ്യം കേൾക്കില്ല. ഞാനൊന്ന് ഭക്ഷണം കഴിക്കുന്നതിനാണോ പ്രശ്നം? ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതിനാണോ പ്രശ്നം? ഒരു പട്ടിണിപ്പാവം അവിടെ ഇരുന്ന് കരയുന്നത് പോലെ തോന്നി എന്നുള്ളതാണ്. അതെന്തൊരു നേരത്തെയും അത് പലരും അത് എഴുതിയും കണ്ടു, പറഞ്ഞും കേൾക്കുന്നു, നമ്മൾ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹം അന്ന് മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് യാത്ര നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ ഞാനൊന്ന് അമ്പലത്തിൽ പോയതിനാണോ ഈ പ്രശ്നം എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സെൻസിറ്റീവായ വാക്കുകളാണ്.
ഞാനൊന്ന് അമ്പലത്തിൽ പോയതാണോ, എൻ്റെ ക്ഷേത്രാരാധനയാണോ, എന്നെ അത് കൂട്ടിയിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിൽ കൂട്ടിക്കെട്ടാനാണോ നിങ്ങൾ ആലോചിക്കുന്നത്? വരിവരിയായി ഇങ്ങ് വരുമേ ഈ കാര്യങ്ങൾ. രണ്ടാമത്തെ ഭക്ഷണമാണ്, വിശപ്പാണ്, ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതേ കാര്യങ്ങൾ വെച്ച് തന്നെ ദുരന്തബാധിതരെ പറ്റി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഒരു പ്രശ്നമാണ്, അത് പ്രശ്നമാണ് അവർക്ക്. ഇവർക്ക് ഈ പറയുന്ന ഇദ്ദേഹം ഞാൻ അത് ചെയ്തതാണോ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ആളുകൾ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നോക്കുന്നത് ഇദ്ദേഹത്തെയാണ്, അദ്ദേഹമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. എന്നിട്ടുള്ള മറുപടികളാണ് ഞാൻ ഭക്ഷണം കഴിച്ചതിനാണോ പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ യാത്രയുടെ കാര്യം, അതായത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതാണോ, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനാണോ? ഇവിടെ വാടക കൊടുത്ത് 1 മാസത്തെ വാടക കൊടുത്ത് ഇവിടെ ഇത് വെറുതെ ഇട്ടിരിക്കുന്നു. അപ്പോൾ 25 മണിക്കൂർ ഫ്രീ ആയിട്ടുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ചില്ലിക്കാശ് സംസ്ഥാനത്തിന് നഷ്ടമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പം അതാണോ? ഹെലികോപ്റ്റർ ഉപയോഗിക്കണം, മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. പുതിയ കാലത്ത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് എത്തേണ്ട സമയത്ത് എത്തുക തന്നെ വേണം, പക്ഷെ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമില്ല. അതല്ലേ ഔചിത്യം. ആ ഘട്ടത്തിൽ ഞാൻ ഇൻവെസ്റ്ററെ കാണാൻ പോകുന്ന ശരി, ഇൻവെസ്റ്ററേയും കാണാൻ പോകണം, അതും ഓക്കെ. പക്ഷേ അതിൽ ഏത് ഇൻവെസ്റ്ററെ എന്ന് പറയുമ്പോഴത്തേന് അദ്ദേഹം ഇനി അതിൽ കൂടി നിങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് കുളവാക്കാനല്ലേ എന്നുള്ള മറുചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നേരത്തെ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്നുള്ള അദ്ദേഹം ആ ലോജിക്കിലാണ് ആ കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ അതൊരു ന്യായീകരണത്തിന് മാത്രമായിട്ടാണ് ചിലപ്പോൾ എടുക്കുന്നത്. ഈ പാത്തോളജിക്കൽ ലൈങ്ങോ ലൈയിങ് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ഒരാവശ്യമില്ലാതെ വെറുതെ അങ്ങോട്ട് ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് ബെനിഫിഷ്യറി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങ് നുണ പറഞ്ഞു കളയും ഈ കാര്യത്തിൽ. അങ്ങനെ ഒരു തരം സിൻഡ്രോം ഉള്ള പോലെയാണ് അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അദ്ദേഹം തന്നെയാണ് നമ്മളെ കൊണ്ട് ഇത് പറയിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ വരുന്ന ഹെലികോപ്റ്റർ സ്വർണ്ണക്കട ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം മതിയായി വരില്ല. അത് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, മാധ്യമപ്രവർത്തകർ നിങ്ങൾ ബഹളം വെക്കരുത്, ഇനി ഞാൻ ഇരുന്ന് തരുന്നത് കൂടി നിങ്ങൾ ഇല്ലാതാക്കരുത്. പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി വേണ്ടേ? ഇനി ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാധ്യമപ്രവർത്തനം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അതിന് അങ്ങനെയെങ്കിൽ താങ്കൾക്കത് നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് മലപ്പുറം ജില്ലയിലൊന്ന് പോയിക്കൂടെ, അവിടെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ താങ്കൾ തന്നെ ഈ പ്രസ് മീറ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ കുടുംബം വരെ ഒന്ന് പൊക്കൂടെ, അവിടെ ഒന്ന് സന്ദർശിച്ചുകൂടെ, അവർക്കൊരു ആശ്വാസമേയിക്കൂടെ? പക്ഷേ അദ്ദേഹം അപ്പോൾ പറയാം, എന്നാൽ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു? അതല്ലേ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമാണോ ഇതെന്നുള്ളത്? എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു ന്യായം, ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിയാണ്, അദ്ദേഹം ഇങ്ങനെ ചെയ്യല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് തരണ്ട, ഇങ്ങനെ ഇരുന്ന് തരികയും വേണ്ട, ഇങ്ങനെ ഇരുന്ന് നമ്മൾക്കൊരു ഉത്തരവും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ചില ന്യായമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മുന്നത്തതും ഇപ്പോഴത്തതും തമ്മിൽ നമ്മളെല്ലാവരും ഒന്ന് താരതമ്യപ്പെടുത്തിപ്പോവും. ജീവനാണ് പ്രധാനം, നമ്മൾ വൃത്തിയായി ജീവിക്കണമെന്നും ഒരു സമൂഹം എന്ന നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടി കേരളം എല്ലാ രാജ്യങ്ങൾക്ക് മുന്നിലും നിൽക്കണമെന്ന് വിചാരിക്കുന്നതാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം പോലെയൊന്നല്ല കേരളം എന്ന് ഞാൻ വിചാരിക്കുന്ന പല വിഷയങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം പോലെയല്ല കേരളം. അത് ഇവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കൊണ്ടാണ്. ആ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിന് ഭംഗം വരുത്താതെ ഇവിടെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും അഭിമാനത്തോടെ നിൽക്കുന്നത്. അതിന് ഭംഗം വരുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മറുപടി വന്ന് ഇവിടെ തരരുത്, അത് ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി തോന്നുന്നത്. ഇനി ഹർഷൻ ചേട്ടൻ പറയൂ. ഇതിൽ നമുക്ക് നേരത്തെ ഈ ദുരന്തത്തിൻ്റെ ഒരു സാഹചര്യം, ഈ ഇത്തരത്തിലുള്ള വലിയ പേമാരിയുടെ ഒരു സാഹചര്യം നമ്മളെ പിടികൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഓരോ ഘട്ടത്തിലും പെരുമാറാൻ. 2018 ദുരന്തത്തെക്കുറിച്ചുള്ള ആ വലിയ പ്രളയത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ ആ കാലത്തെ ആരോപണങ്ങളോ വിമർശനങ്ങളോ തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. പക്ഷേ 2019 അന്നത്തെ പ്രതിപക്ഷം നടത്തിയ ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ നമുക്ക് കാണാതെ പോയിക്കൂടാ. അന്ന് അവർ ചോദിച്ചത് എന്താണ്, 2018 നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടില്ലേ? കഴിഞ്ഞ വർഷം ഇത് സംഭവിച്ചിരുന്നല്ലോ, പക്ഷേ അതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. 2019 എത്തുമ്പോഴേക്ക് 2019 ഇത് നിങ്ങൾ മുൻകൂട്ടി കാണണമായിരുന്നു. ആ ഉണ്ടായ ഓരോ പിഴവും വീഴ്ചയും എണ്ണിപ്പറഞ്ഞത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ധർമ്മം തന്നെ കൃത്യമായി നിർവഹിച്ച് ശക്തമായി എന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് VD സതീശൻ അടക്കമുള്ളവർ ചെയ്തത്. അന്ന് 2019 2018 മാതൃകയാക്കിക്കൊണ്ടുള്ള ഒരു മുന്നൊരുക്കമോ തയ്യാറെടുപ്പോ നടത്തിയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇത് തുടർച്ചയായി
ഓരോ മഴക്കാലത്തും ഇത് സംഭവിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ഒന്നും മഴക്കാലത്തല്ല, മഴക്കാലമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. വേനൽ മഴ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വേനൽക്കാലം ഇങ്ങനെ നമ്മൾ കടന്നു പോവുകയാണ്, അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു മഴക്കാലത്തേക്ക് വേണ്ട മുഴുവൻ മഴയും ഒരുമിച്ച് പെയ്യുക. ഇതാണല്ലോ ഈ പ്രതിഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിരമാണ്, എല്ലാവരും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഓരോ വർഷവും പ്രതീക്ഷിക്കുക. 2 വർഷം മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമായി അവിടെ സംഭവിച്ചു. അത് കേരളത്തിൽ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മഴ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിവർഷം, ക്ലൗഡ് ബസ്റ്റ് എന്ന് വേണേൽ പറയാവുന്ന തരത്തിലേക്ക് വരുന്ന ഒരു മഴ ഇവിടെ കേരളത്തെ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എൽനിനോ തുടർച്ചയാണ്, പല കാലത്തായി വരുന്നുണ്ട്. ഇത് ഇപ്പോൾ അതിൻ്റെ ആവർത്തനങ്ങളുണ്ട്. അതിൻ്റെ പഠനങ്ങൾ നോക്കിയാൽ ഭയങ്കര കൗതുകകരമായ കുറേ വിവരങ്ങളുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് അതും പറഞ്ഞു പോകാം. അപ്പോൾ ഇതിനകത്ത് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ഉറപ്പുള്ളപ്പോൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം, അതിനുവേണ്ട ഒരുക്കങ്ങൾ വേണം, എങ്ങനെ നമ്മൾ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ളതിൽ ഒരു ധാരണ ഉണ്ടാവണം. ആ കാര്യത്തിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നതിനെ അതിനെ ഈ മട്ടിലാണോ നേരിടേണ്ടതെന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. പ്രതിപക്ഷം അങ്ങനെ ഗുരുതരമായി ആരോപിക്കുന്നതിനേക്കാൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെക്കാൾ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ടത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെയാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതെല്ലാം കുഴപ്പം എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് പോകുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹം അവിടെ ഈ പറഞ്ഞതുപോലെ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമപ്രവർത്തകരോടാണ്, അവരാണ് ഇത് കുളമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ബാക്കി മാധ്യമപ്രവർത്തകർ ഒന്ന് നിശബ്ദരാകും, അതല്ലെങ്കിൽ ബാക്കി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ആ ചോദ്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ ലോകത്തിന് മുന്നിൽ വരച്ചിടും. അതാണ് സംഭവിക്കുന്നത്. അവിടെ വേറെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. കൈരളിയും ദേശാഭിമാനിയും മാത്രമൊന്നുമല്ല അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം അങ്ങനെ നിഷ്പ്രഭമാക്കി കളയും അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളിലൂടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുരീതി. അവരാകും കുഴപ്പക്കാർ. ചോദ്യം ചോദിച്ചവരെന്തോ വലിയ കുറ്റം ചെയ്തവരെ പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കഴിക്കണമെന്നല്ലാതെ വേണ്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത്തരം ചർച്ചകളിലേക്ക്, അതായത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്, അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയത്, ഇത്തരം ചർച്ചകളിലേക്കാണോ പ്രതിപക്ഷം പക്ഷേ ഊന്നേണ്ടതെന്നുള്ള സംശയം എനിക്കുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടാവുന്ന കുറേ സംഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്ത 2-3 സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടുന്നത്. അവർ ക്യാമ്പിലെത്തിയിട്ട് അവർക്ക് ഭക്ഷണമേ കൊടുത്തിട്ടില്ല, 2 ദിവസമായി ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുള്ള ഒരവസ്ഥ ഭയങ്കര വല്ലാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനുശേഷം വളരെ പെട്ടെന്ന് അവിടെ ഭക്ഷണം എത്തിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചു. 21 ക്ലാസ് റൂമിൽ അത് വൈദ്യുതി ഇല്ലാതെ അത് തുടർ നടപടി നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്താണ്, സർക്കാർ അതിൽ നടപടി സ്വീകരിക്കുന്നു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു, സർക്കാർ അതിൽ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് 11 പശുക്കളാണ് ഒരാളുടെ ഒലിച്ചു പോയത്. അതേക്കുറിച്ചുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലാണ് ആ കർഷകൻ പൊട്ടിക്കരയുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ പെട്ടെന്ന് തന്നെ 2 പശുക്കളെ കർഷകന് കൊടുക്കുന്ന രീതിയിലേക്കുള്ള നടപടി പിറ്റേ ദിവസം തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ പോസിറ്റീവായ, വളരെ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ വാർത്തകൾ വന്നു, ഇപ്പോൾ PC വിഷ്ണുനാഥാണ് അവിടെയുള്ള മന്ത്രി, കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്, ചടുലമായി ഇടപെടുന്നുണ്ട്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. വീഴ്ചകൾ ഇവിടെ പറയുന്നു, അപ്പോൾ കാര്യക്ഷമമായി ഈ സർക്കാരിൻ്റെ മന്ത്രിമാർ ഇടപെടുന്നു, അത് സത്യമാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ മതി മുഖ്യമന്ത്രി. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, അദ്ദേഹം ഈ പറയുന്ന മറ്റ് ആരോപണങ്ങളിൽ അദ്ദേഹവും കുടുങ്ങുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ മൊത്തം അവിടെ കുടുക്കിയിടാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷവും അവിടേക്ക് ഊന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രതിപക്ഷം അവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആളുകൾക്ക് മനസ്സിലാവും, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വ്യക്തിപരമായി നോക്കിയാൽ ഈ കാലത്ത്, കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം, PC ജോർജ്. അദ്ദേഹം കാരണം വർഗീയമായ ധാരാളം പരാമർശങ്ങൾ നിരന്തരം പറയുന്നു. ആ നിലയ്ക്കൊക്കെയുള്ള ഒരു ഒട്ടും മനുഷ്യത്വമില്ലാത്ത സമീപനം പല വിഷയങ്ങളിലും അദ്ദേഹം കാണിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നു. ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാറ്റം കൂടി സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. ആ രീതിയിൽ ആളുകൾക്ക് പൊതുവെ PC ജോർജ് പറയുന്നത് ഒരു ഔചിത്യമില്ലാത്ത വർത്തമാനമാണ് എന്ന് പൊതുവെ വിശ്വസിക്കുന്ന കാലത്താണ് ഈ ദുരന്തത്തിൽ PC ജോർജിൻ്റെ, ഈ മലവെള്ളപ്പാച്ചിൽ PC ജോർജിൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് തോന്നുന്നു PC ജോർജിൻ്റെ അടുത്ത കാലത്ത് ഏറ്റവും ഔചിത്യപൂർണമായ നല്ല പ്രതികരണമായാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് നഷ്ടമുണ്ടായി, ഇന്നോവ 2 പോയി,
വേറെ മഹീന്ദ്രയുടെ വണ്ടി ഒരെണ്ണം പോയി, വീടിനകത്ത് മുഴുവൻ വെള്ളം കയറി. അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബിസിനസ് സംരംഭമുണ്ട്, അതിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ട് അത് നശിച്ചു. 10-30 ലക്ഷം രൂപയുടെ സാധനമൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ 3 സെൻറ്റിൽ കിടക്കുന്ന ഒരാളുടെ വീട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട് എന്ന് ആണ് PC ജോർജ് പറഞ്ഞത്. ആ PC ജോർജ് വിട്ട് വെള്ളം കയറിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഉത്തരം പറയുന്നത്. ഇതാണ്, അതായത് ഒരു ദുരന്തകാലത്തെ ദൃശ്യങ്ങൾ, ആ സമയത്തെ നേതാക്കളുടെ പ്രവർത്തികൾ, ഇതെല്ലാം ഒരു ഇമേജ് സൃഷ്ടിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് വിലയിരുത്താനുള്ള ഒരു അവസരം കൊടുക്കും. ഇത് ഔചിത്യമുള്ള ഒരു നടപടിയാണോ അല്ലെങ്കിൽ അനൗചിത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. ഈ ദുരന്തകാലത്ത് ഞാൻ ഇക്കാര്യത്തിൽ VD സതീശനേക്കാൾ ഔചിത്യത്തോടെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തെ കൈകാര്യം ചെയ്യുന്ന PC ജോർജിനെയാണ് കണ്ടത് എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അദ്ദേഹം എന്നാൽ രാഷ്ട്രീയത്തിൽ ഞാൻ VD സതീശനൊപ്പമാണ്, അത് വേറെ കാര്യം. പൊളിറ്റിക്സിൽ ഞാൻ VD സതീശനൊപ്പമാണ്, PC ജോർജിനൊപ്പം അല്ല. പക്ഷേ ഈ കാഴ്ചകളിൽ ഇന്ന് ഈ ദുരന്തത്തിൽ ഔചിത്യത്തോടെ അദ്ദേഹം പെരുമാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടതാണെന്ന് ഇപ്പോൾ നമുക്ക്, അതായത് കേരളം പോലെ ഒരു സംസ്ഥാനത്താണ് പ്രത്യേകിച്ച് അത് വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്യണമെങ്കിൽ, കാരണം ഇവിടുത്തെ ഹൈവേ ഒക്കെ പൂർത്തിയായി കഴിയുമ്പോൾ കുറച്ചുകൂടി വേഗത്തിലെത്താൻ പറ്റിയേക്കും. കാരണം കേരളത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂല വരെ ചെറിയ സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ കടന്നു പോകണമെങ്കിൽ കേരളത്തെക്കാൾ എത്രയോ വലിയ തമിഴ്നാടോ കർണാടകമോ അല്ലെങ്കിൽ ആന്ധ്രയോ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റൂ. അതിലും ഭേദം പെട്ടെന്ന് കാര്യങ്ങൾ വേഗത്തിൽ ചടുലമായി നടപ്പാകാൻ ഹെലികോപ്റ്റർ ആവശ്യമാണെങ്കിൽ അത് നടപ്പാകണം. അത് ഇൻവെസ്റ്ററെ കാണാൻ വരുന്നു, വരട്ടെ, കാണട്ടെ, കാര്യങ്ങൾ വേഗം നടത്തട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കുറേ കൂടി, പക്ഷേ ആ കാര്യത്തിൽ ഈ ആളുകൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ കുറേ കൂടി സുതാര്യത വേണം എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം. അദ്ദേഹത്തിൻ്റെ മംഗലാപുരം യാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടികളിൽ പലപ്പോഴും ആ സുതാര്യതയില്ലായ്മയായിരുന്നു പിന്നീട് പ്രശ്നമായത്. ഇപ്പോൾ ഈ യാത്രയും ഇനിയുള്ള കാലത്തും ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് അതിലെ ആ സുതാര്യതയില്ലായ്മ കൊണ്ട് ഒരു ഇൻവെസ്റ്ററെ കാണാൻ വന്നു എന്നുള്ളത് P രാജീവ് ഖണ്ഡിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ ടീമായിട്ടാണ് കാണുക, ഈ തനിച്ചു വന്ന് ഇൻവെസ്റ്ററെ കാണുന്ന ഏർപ്പാട് അറിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചാർട്ടുണ്ട്, ആ പ്രോഗ്രാം ചാർട്ട് ഇപ്പം ചില മാധ്യമപ്രവർത്തകർ വഴി തന്നെ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത് നോക്കുമ്പോഴും അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രോഗ്രാമുകളെല്ലാം എടുത്തു നോക്കും. അപ്പോൾ രഹസ്യമായി കാണേണ്ട ഒരു ഇൻവെസ്റ്റർ ആയിരിക്കാം, അറിയില്ല. ചിലപ്പോൾ സർക്കാരിൻ്റെ രഹസ്യങ്ങൾ പുറത്ത് പറയില്ല എന്ന് പറഞ്ഞാണല്ലോ ഈ ഒരു മന്ത്രിസഭ തന്നെ അധികാരമേൽക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അപ്പോൾ പിന്നെ ചില രഹസ്യങ്ങൾ കാണും, പറയണ്ട. പക്ഷേ അതിലൊക്കെ ഒരു സുതാര്യത പൊതുവെ പ്രത്യേകിച്ച് ഒരു ദുരന്തകാലത്ത് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സുതാര്യത ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. പിന്നെ തുടർച്ചയായി ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ച് 14 പേര് മരിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആളുകൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേതായി വരുന്ന ദൃശ്യങ്ങളെല്ലാം ആഘോഷത്തിൻ്റെതായ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കട ഉദ്ഘാടനമായാലും ഇത് നടക്കരുതെന്നല്ല കേട്ടോ, കട ഉദ്ഘാടനം നടക്കണം. കാരണം മുഖ്യമന്ത്രിക്ക് സമയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പോയി കട ഉദ്ഘാടനം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വിരുന്നിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. എനിക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിനോടാണ് അതിനകത്ത് എനിക്ക് കുറച്ച് യോജിപ്പ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലബാറിലെ പല പ്രദേശങ്ങളിലേക്കൊക്കെ പോയാൽ വലിയ ആതിഥ്യ മര്യാദ കാണിക്കുന്ന ആളുകളാണ്. ഇപ്പം വ്യക്തിപരമായി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പലപ്പോഴും ഇത് ഞാൻ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതായത് ഇത്രയും സ്വീകരിക്കപ്പെടേണ്ട ആളാണോ ഞാൻ, ഇത്രയും ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ആളല്ല ഞാൻ എന്ന് ഉറച്ച ബോധ്യം നമുക്കുള്ളപ്പോഴും നമ്മളെ ഒരാവശ്യമില്ലാതെ അങ്ങനെ സ്നേഹിക്കുകയും നമ്മളെ സൽക്കരിക്കുകയും ചെയ്യും. അപ്പോൾ അല്ല അങ്ങനെ തോന്നും, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല അതായത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമല്ലത്, അതിലെ ഒരു ഔചിത്യക്കുറവ്, ആ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചതിലാണ് വലിയ ഔചിത്യക്കുറവ് ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഭക്ഷണമൊന്ന് അത്തരം ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ കാണിക്കാവുന്ന ഔചിത്യം. ആ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് കൊടുത്ത ആളുകൾ ചെയ്യേണ്ട ഔചിത്യം. അപ്പോൾ ആ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിന്നെ ഈ മഴയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം പഠനങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലാവരും ചർച്ച ചെയ്യുന്ന കേട്ടാത്തൊന്നും ഒരു പഠനവും നടക്കാത്ത ഒരു മേഖലയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്നുള്ള മട്ടിലാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന 1950 മുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായാണ്. അതല്ല ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നില്ല. ഇവിടുത്തെ റോഡ് സൈഡിൽ നിൽക്കുന്ന 2 മരം മുറിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥ മുഴുവൻ മാറുന്നില്ല. അതല്ലെങ്കിൽ ആ നിലയ്ക്കല്ല കാലാവസ്ഥ മാറുന്നത്.
പ്രാദേശിക ഘടകങ്ങളില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം ഈ മൺസൂണുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മൺസൂണുമായി ബന്ധപ്പെട്ട് കാരണം ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതിൽ നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നതിനകത്തുള്ള വീഴ്ചയുണ്ട്. ഈ നദികളെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ട്. ഈ ചതുപ്പുകൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വീഴ്ചയുണ്ട്. അതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ദുരന്തത്തിൻ്റെ ഇത് കൂട്ടുന്നതിൽ, മഴ പെയ്യുന്നതിൽ നമ്മളുടെ ഇടപെടലല്ല യഥാർത്ഥത്തിലുള്ളത്. അത് ആഗോള പ്രതിഭാസമാണ്. അത് ഈ 1950 മുതൽ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ 10-75 കാലത്തെ മാറ്റമാണ്, ആ കാലാവസ്ഥ മാറ്റമാണ് ഇപ്പോൾ പ്രതിഫലിച്ച് ഇപ്പോൾ കൂടുതൽ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ്. കൂടുതൽ നമ്മളെ അത് വല്ലാതെ ആക്രമിക്കുന്നു. അപ്പം ഇതിനകത്തൊരു കുഴപ്പം കൂടിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒറ്റയടിക്ക് ഇത് മുൻകൂട്ടി അറിയിക്കുന്നില്ല, മുൻകൂട്ടി ഇത് പ്രവചനത്തിൽ തെറ്റുവരുന്നു എന്ന് പറയുന്നതിനകത്ത് ശാസ്ത്രീയമായൊരു കാര്യം ഒറ്റയടിക്ക് അതിനെ, അതായത് ഇത് നിങ്ങൾക്ക് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എല്ലാ കാലത്തും ഇങ്ങനെ തെറ്റുവരുത്താറുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ് ഇവന്മാർ എന്ന് പറയുന്നതിൻ്റെ ആ കാലം കഴിഞ്ഞു. അതിന് കാരണം ഒരു 12 കിലോമീറ്റർ മുതൽ ഏതാണ്ട് 5 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത്, അങ്ങനെയുള്ള പ്രദേശത്ത് ചെയ്യുന്ന മഴയെക്കുറിച്ചാണ് ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഇപ്പോൾ പെയ്യുന്ന എത്രയും അറിയോ, 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ സ്ഥലത്താണ് ഈ മഴ പെയ്യുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളിലേക്ക് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഈ 12-ൽ നിന്ന് നമ്മൾ വളർന്ന് 3 കിലോമീറ്ററിന് 5 കിലോമീറ്ററിനും അകത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ അത് അതിനും അപ്പുറത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിലേക്ക് എത്തിയാലേ ഇപ്പോഴത്തെ മഴയുടെ പ്രത്യേകത നമുക്കറിയാൻ പറ്റൂ. ഇപ്പോൾ 2018 പ്രളയം തന്നെ നമുക്ക് ഓർമ്മയില്ലേ, കഴിഞ്ഞ അതിന് മുമ്പുള്ള മഴക്കാലത്ത് മഴയുള്ള ഒരു ചെറിയ മഴയുള്ള മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമുകൾ നിറഞ്ഞ് കിടക്കാൻ തക്കവണ്ണമുള്ള മഴ കിട്ടിയ ഒരു മഴക്കാലത്തിന് തൊട്ടു പിന്നാലെ ഒരു 3 ദിവസം തുടർച്ചയായി 15-ാം തീയതി മുതൽ ഓഗസ്റ്റ് 15 മുതൽ 17 വരെയുള്ള അതിതീവ്ര മഴ അങ്ങ് പെയ്യുകയാണ്. അപ്പോഴാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്താണ്, ഒരു വേനൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യാത്തതിൻ്റെ പ്രശ്നത്തിലിരിക്കുകയായിരുന്നു, പെയ്തപ്പോൾ വല്ലാത്ത മഴയും. അപ്പോൾ ആ നിലയ്ക്കാണ് കാലാവസ്ഥ മാറിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഇതിന് കൊടുക്കാവുന്ന മുന്നറിയിപ്പ് എന്നതിനപ്പുറത്ത് ഇത് സംഭവിച്ചാൽ ഉടൻ ചെയ്യാവുന്ന നടപടികൾ, ഇത് എല്ലാ കാലത്തും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, എല്ലാ വർഷവും ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം. പിന്നൊന്ന് ഈ നിലം നികത്തൽ എന്നുള്ളത്, നെൽകൃഷിയാണ് നമ്മുടെ നിലം എന്നുള്ളത്, ചതുപ്പുകൾ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ചതുപ്പുകൾ എന്ന് പറയുന്ന പഴയ പാടങ്ങളാണ്. ആ നെൽകൃഷി എന്നുള്ളത് നിലനിൽക്കുന്ന സമയത്ത് ഇത് ഒഴുകിപ്പോകുന്നതിൻ്റെ ഒരു പാത ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനിടയിൽ കൂടെ എല്ലാം ധാരാളം കൈത്തോടുകളും എല്ലാം ഉണ്ടായിരുന്നു. പുഴകൾ ഈ കൃത്യമായി മണൽ വാരൽ എല്ലാം നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും കുറേ വെള്ളം ഒഴുകിപ്പോയിരുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സംഭവിക്കുന്നതല്ല, പല ഏറിയും കുറഞ്ഞും 1950 മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1950 മുതൽ സംഭവിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കാലികമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട മാറ്റം, ഇത് പരിസ്ഥിതിവാദത്തിനും വികസനവാദത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പോയിന്റ് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നദിയിലെ മണൽ വാരാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരരുത് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു കാലത്ത് മുഴുവൻ അതായിരുന്നു പ്രശ്നം, വാരുന്നത് പ്രശ്നം. പക്ഷേ യഥാസമയം ഈ ഡാമിലെയും നദിയിലെയും ഒക്കെ മണൽ വാരുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി എന്നാണ് കേരളം നമ്മളെ കാണിച്ചു തരുന്നത്. അതേസമയം നെൽവയലുകൾ നികത്തരുത് എന്നുള്ളത് തന്നെയാണ് ശരിയായ രീതി. അവിടെ നികത്തി വികസനം കൊണ്ടുവരിക എന്നുള്ളതല്ല, നെൽവയലുകൾ നികത്തരുത് എന്നുള്ളത് തന്നെയാണ്, നമ്മുടെ ചതുപ്പുകൾ നികത്തരുത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ കുറച്ചുകൂടി കാര്യക്ഷമമായി കരുതലോടെ ഇടപെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഈ സർക്കാർ നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരിട്ടിപ്പം നിരന്തരം തീവ്രമായ മുഖ്യമന്ത്രി വിമർശനവുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറം വളരെ വേഗത്തിൽ ഈ സർക്കാരിലെ തന്നെ മന്ത്രിമാർ സ്വീകരിച്ച നടപടികൾ കൂടി നമുക്ക് മുന്നിലുണ്ട്. അതുകൂടി തന്നെ ഓർത്തു വേണം മുന്നോട്ട് പോകാൻ. പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് ഒരു കുഴപ്പമില്ല. 2018 പ്രളയത്തെ 2019 പ്രളയത്തെ ഇതിനേക്കാൾ രൂക്ഷമായി ഇതേ കാരണങ്ങൾ പറഞ്ഞ് വിമർശിച്ച പ്രതിപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മറന്നുകൂടാ. പെട്ടെന്നുണ്ടായ അതിതീവ്ര മഴയിൽ പ്രളയക്കെടുതിയിലായിരിക്കുകയാണ് കേരളം. അന്ന് ഈ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ പെയ്തതെന്ന കണക്കുകൾ ഇന്ന് പുറത്തു വന്നു. എന്നാൽ ഈ ദുരിതഘട്ടത്തിലും സംസ്ഥാനത്തിന് കൈത്താങ്ങാകേണ്ട സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. ആരോപണങ്ങളെയെല്ലാം ന്യായീകരിച്ചും തിരികെ ചോദ്യങ്ങൾ ചോദിച്ചും ഇല്ലാതാക്കാനാണ് ഇന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചത്. വിവാദങ്ങൾ കുത്തിത്തിരിപ്പാണെന്ന് അടക്കം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്രതീക്ഷിതമായ മഴക്കെടുതിയിൽ സംസ്ഥാനം അകപ്പെടുമ്പോൾ സ്വകാര്യ വിരുന്നുകളും ഉദ്ഘാടനങ്ങളും മുഖ്യമന്ത്രി മാറ്റിവെക്കേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അവരവരുടെ ഔചിത്യത്തിന് വിടാം തൽക്കാലം. കൂടാതെ കാലാവസ്ഥാ വകുപ്പിനെ പഴിച്ച് വീഴ്ചകൾ മറച്ചുവെക്കാനാകുമോ എന്ന മറുചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഓരോ ജില്ലകളിലും മന്ത്രിമാർക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുമതല നൽകിയിട്ടുണ്ട്.
ഉണ്ടായിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങേണ്ട സമയമായിരുന്നു ഈ 3 ദിവസങ്ങൾ എന്ന് പറയാതെ വയ്യ. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാനം ഈ മഴക്കെടുതികളിൽ നിന്ന് രക്ഷ നേടും എന്ന് പ്രത്യാശിക്കാം. RDX ഒരു ഇടവേള.